السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും സമാദനീയരായ സഹോദരങ്ങളെ സഹോദരിമാരെ, പരിശുദ്ധമായ മുഹറം മാസത്തിലൂടെയാണ് വിശ്വാസികളായ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിശുദ്ധമായ മാസത്തിൽ കേരളക്കരയിലെ മുസ്ലിം സഹോദരങ്ങൾ പ്രത്യേകമായി സ്മരിച്ചുകൊണ്ടിരിക്കുന്ന മഹാവ്യക്തിത്വമാണ് ഖുതുബുസ്സമാൻ മമ്പുറം സീദ് അലവി ഖദ്ദസുല്ലാഹു സറൂഹുൽ അസീസ് തങ്ങൾ. അവിടുത്തെ ഖൈറും ബറക്കത്തും മുൻനിർത്തിക്കൊണ്ട് ഏതാനും ചില വാക്കുകളിൽ ഒരു സ്മരണ അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ടവരുടെയും അതുപോലെയുള്ള മഹാന്മാരുടെയും ഒക്കെ മദതും നഗറും തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. മമ്പുറന്തങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ട ബഹുമാനപ്പെട്ട സയ്യിദ് അലവി ഖദ്ദസുല്ലാഹു സറൂഹുൽ അസീസ് ഖുതുബുസ്സമാൻ എന്ന പേരിലാണ് ചരിത്രത്തിൽ പ്രസിദ്ധനാകുന്നത്. ഖുതുബുസ്സമാൻ എന്നുള്ള പേര് ബഹുമാനപ്പെട്ടവർക്ക് പതിച്ചു നൽകുന്നത് പ്രമുഖ പണ്ഡിതനും സൂഫി വര്യനും ആഷിഖുർ റസൂലുമായ ഉമർ ഖാദി റളിയല്ലാഹു തആല അൻഹുവാണ്. അവിടുന്ന് ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാനെ പറ്റി രചിച്ചിട്ടുള്ള മർസിയത്തിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഖുതുബുസ്സമാനി സിറാജുൽ അർളി സയ്യിദുന മിൻ ദാരി ദുനിയ ഇലാ ദാരിൽ ബഖാഇ സറ. ഖുതുബുസ്സമാൻ സിറാജുൽ അർള്, ഈ ഭൂമുഖത്തെ വിളക്കുമാടമാണ്, വെളിച്ചമായിരുന്നു. സയ്യിദുന, നമ്മുടെ നേതാവാണ്. മിൻ ദാരി ദുനിയ ഇലാ ദാരിൽ ബഖാഇ സറ, ഈ ഇഹലോകം വെടിഞ്ഞ് അവിടുന്ന് പരലോകത്തേക്ക് യാത്രയായി എന്ന് അവിടുത്തെ വഫാത്തിന് ശേഷം അവിടുത്തെ പ്രകീർത്തിച്ചുകൊണ്ട് വിശേഷിപ്പിച്ചുകൊണ്ട് അനുസ്മരിച്ചുകൊണ്ട് കാവ്യം ആലപിച്ചതായി കാണാൻ സാധിക്കും. ഖുതുബുസ്സമാൻ എന്നുള്ള പേര് മഹാന്മാരായ പണ്ഡിതന്മാർ അംഗീകരിച്ചതും ലോകം വളരെ കൃത്യമായി പാടിപ്പുകഴ്ത്തിയിട്ടുള്ളതുമാണ് എന്ന് ബോധ്യപ്പെടുത്താനാണ് ഈ വരി ഞാൻ ഉദ്ധരിച്ചത്. ബഹുമാനപ്പെട്ട മമ്പുറത്വങ്ങൾ നമ്മുടെ കേരളക്കരയിൽ നവോത്ഥാനപരമായ പല പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയ മഹാവ്യക്തിത്വമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ സമുദ്ധാരണത്തിനു വേണ്ടി ഓരോ പ്രദേശങ്ങളിലും വിവിധങ്ങളായ കാലഘട്ടങ്ങളിൽ മഹാന്മാരായ പണ്ഡിതന്മാരെ നിയോഗിക്കുമെന്നുള്ളത് പ്രമാണങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ഒരു വചനത്തിൽ കാണാൻ സാധിക്കും, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ സമയത്തിന്റെ ദിമത്തിൽ അർദു അശദ്ദൻ നദാമ, ഈ ഭൂമി ലോകം അതിശക്തമായിട്ടുള്ള ഖേദം പ്രകടിപ്പിക്കുകയാണ്. വശക്കത്ത് ഇലാ റബ്ബിഹ, ഭൗമലോകം പ്രപഞ്ചനാഥനായ അല്ലാഹുവിലേക്ക്, തന്നെ പടച്ച് പരിപാലിക്കുന്ന യജമാനായ റബ്ബിലേക്ക് ഒരു സങ്കടമുണർത്തുന്നു. എന്താണ് സങ്കടം? മറ്റൊന്നുമല്ല, ബഖീതു ലാ യംശി അലിയ നബിയുൻ ഇലാ യൗമിൽ ഖിയാമ. പഠിച്ചവനെ, ഇനി എന്റെ അവസ്ഥ എന്താണ്? അന്ത്യദിനം വരെ മറ്റൊരു പ്രവാചകൻ എന്റെ മുകളിലൂടെ സഞ്ചരിക്കുവാൻ ഉണ്ടാവുകയില്ലല്ലോ. അങ്ങനത്തെ ഒരു പ്രത്യേകമായ പരിതസ്ഥിതിയിലേക്കല്ലേ ഞാൻ നീങ്ങുന്നത്. കാരണം അന്ത്യപ്രവാചകനാണ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ശക്തമായ ഖേദം കൊള്ളുന്നു. ഒരു പ്രവാചകന്റെ കാൽപാദങ്ങൾ പതിയുന്ന ആ പവിത്രമായ സാഹചര്യം എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. ഒരു പ്രവാചകന്റെ സാന്നിധ്യം എനിക്ക് നഷ്ടമാകുന്നു എന്നുള്ളത് അതിശക്തമായ ഖേദത്തിനും ദുഃഖത്തിനും കാരണമാണ് എന്ന് ഭൂമി അതിന്റേതായ ഭാഷയിൽ പ്രപഞ്ചനാഥനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് അവതരിപ്പിച്ചു എന്നാണ്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയോട് പറഞ്ഞു, നീ ഒരിക്കലും തന്നെ വിഷമിക്കേണ്ടതില്ല. സഅജഅലു മിൻ ഹാദിഹിൽ ഉമ്മത്തി റിജാലൻ മിസ്ലൽ അംബിയാഇ ഖുലൂബുഹും അലാ ഖുലൂബിൽ അംബിയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമി ലോകത്തോട് പറയുന്നു, സഅജഅലു, ഞാൻ തീർച്ചയായിട്ടും കൊണ്ടുവരും, മിൻ ഹാദിഹിൽ ഉമ്മ, ഈ മുഹമ്മദീയ സമുദായത്തിൽ നിന്ന് റിജാലൻ, ചില വ്യക്തിത്വങ്ങളെ, ചില നവോത്ഥാന നായകന്മാരെ, ചില സമുദ്ധാരകരെ, മിസ്ലൽ അംബിയായി, പ്രവാചകന്മാർക്ക് സമാനരായിട്ടുള്ള ആളുകൾ. പ്രവാചകന്മാർ ഈ ഭൂമിലോകത്ത് മനുഷ്യന് വെളിച്ചം പകരുവാൻ വേണ്ടി അനിതര സാധാരണമായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചും സാധാരണ ജനങ്ങൾക്കിടയിൽ ജീവിച്ചും ഒക്കെ മുന്നോട്ട് പോയെങ്കിൽ അതിന് സമാനരായിട്ടുള്ള ഒരുപാട് ആളുകളെ കാലാന്തരങ്ങളിൽ ഞാൻ ഈ ഭൂമിലോകത്തേക്ക്
പറഞ്ഞയക്കും, ഇവിടെ നിന്നാണ് സൃഷ്ടിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അവരുടെ പ്രത്യേകത പറയുന്നത് ഖുലൂബുഹും അലാ ഖുലൂബിൽ അംബിയ എന്നാണ്. നബിമാരുടെ ഹൃദയങ്ങൾക്കും മനസ്സിനും വിചാരത്തിനും വികാരത്തിനുമൊക്കെ സമാനമായിട്ടുള്ള വികാര വിചാരങ്ങളും ജീവിതവും ദർശനവുമായിട്ടായിരിക്കും അവർ കടന്നു വരിക എന്നാണ്. അപ്പൊ വിശുദ്ധ പ്രവാചകന്റെ വഫാത്തിന് ശേഷം ലോകത്ത് അള്ളാഹുവിന്റെ ദീൻ നിലനിർത്തുവാനും ജനങ്ങൾക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കുവാനും എല്ലാ വിഭാഗം മനുഷ്യർക്കും ആശാകേന്ദ്രമായി നിലകൊള്ളുവാനും പറ്റുന്ന ഒരുപാട് ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചയക്കുന്നുണ്ട്. അങ്ങനെ നിയോഗിച്ചയച്ച കൂട്ടത്തിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ കടന്നുവന്ന് വെട്ടം പരത്തിയ ലോകപ്രശസ്തനായ വലിയ തന്നെയാണ് അഹ്ലുബൈത്തിൽപ്പെട്ട ബഹുമാനപ്പെട്ട ഖുത്ബുസ്സമാൻ മമ്പുറം തങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മദതും നെഹ്റുമെല്ലാം നമുക്കും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും നൽകുമാറാവട്ടെ. പ്രത്യേകിച്ചും ഇന്നത്തെ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും സലാമത്ത് വിധിക്കുമാറാവട്ടെ എന്ന് ഈ സമയത്ത് പ്രത്യേകമായി ദുആ ചെയ്യുകയാണ്. കൂടുതൽ നീട്ടി സംസാരിക്കേണ്ടതില്ല. ബഹുമാനപ്പെട്ട ഖുത്ബുസ്സമാൻ മമ്പുറം തങ്ങൾ ഹലർ മൗത്തിലാണ് ജനിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഹലർ മൗത്തിലെ തെരീം എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലാണ് ഹിജ്റ 1166 ബഹുമാനപ്പെട്ടവർ ഭൂജാതനാകുന്നത്. അന്ന് ചെറുപ്പത്തിൽ തന്റെ പ്രിയപ്പെട്ട മാതാവും പിതാവും മരണപ്പെട്ടുപോയി. പല മഹാന്മാരുടെയും ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെ അതാണ്. മാതാപിതാക്കൾ അതല്ലെങ്കിൽ അവരിൽ ആരെങ്കിലുമൊക്കെ വേണ്ടപ്പെട്ടവർ, അവരെ പോറ്റി വളർത്തേണ്ടവർ പെട്ടെന്ന് കാലഗതി പ്രാപിച്ചു പോകുന്നു. ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാരമ്പര്യം അങ്ങനെ തന്നെയാണല്ലോ. അപ്പൊ അവിടുത്തെ മാതാപിതാക്കൾ പെട്ടെന്ന് മരണപ്പെട്ടുപോയി. അവിടെ നിന്ന് ചെറുപ്പമായിരിക്കെ തന്നെ മരണപ്പെട്ടു. അതുകൊണ്ട് മാതാവിന്റെയും പിതാവിന്റെയും പരിലാളനയും പരിരക്ഷയും കൂടുതലായി ആസ്വദിക്കുവാനോ അനുഭവിക്കുവാനോ ബഹുമാനപ്പെട്ട മമ്പുറത്തെ പാപ്പയ്ക്ക് സാധിച്ചിരുന്നില്ല. പിന്നീട് അവിടുത്തെ മാതൃ സഹോദരിയാണ് ബഹുമാനപ്പെട്ടവരെ പോറ്റി വളർത്തുകയും മാതൃനിർവിശേഷമായിട്ടുള്ള സ്നേഹവും പരിചരണവുമെല്ലാം തന്നെ സമ്മാനിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ടവർ തെരീമിൽ വെച്ച് തന്നെ പ്രാഥമികമായിട്ടുള്ള പഠനങ്ങളും മറ്റുമൊക്കെ നടത്തി വിശുദ്ധമായ ഖുർആൻ ഹൃദിസ്ഥമാക്കി. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ ദീനിന്റെ വിഷയങ്ങളെല്ലാം തന്നെ നുകർന്നെടുത്തു. അതിന്റെയൊക്കെ പുറമെ പാരമ്പര്യമായി ആത്മീയമായ മേഖലകളെക്കുറിച്ച് അന്ന ചെറുപ്പത്തിൽ തന്നെ ചിന്തിക്കുവാൻ തുടങ്ങി. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലേക്ക് അടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് അവിടത്തെ ശ്രദ്ധ പതിക്കുകയാണ് ചെയ്യുന്നത്. ബഹുമാനപ്പെട്ടവർ പിന്നീട് നമ്മളെ കൊച്ചു കേരളത്തിലേക്ക് യാത്ര തിരിക്കുന്നത് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അവിടെ നിന്ന് കേരളത്തിലേക്ക് യാത്ര തിരിക്കാനുണ്ടായ പശ്ചാത്തലം അവിടുത്തെ അമ്മാവന്മാർ നേരത്തെ തന്നെ നമ്മുടെ കേരളത്തിൽ വരികയും ഇവിടെ ആത്മീയമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തിരുന്നു. കോഴിക്കോടുള്ള ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജിഫ്രി ഖദ്ദസല്ലാഹു റൂഹുൽ അസീസ്, അതുപോലെ തന്നെ മമ്പുറത്ത് തന്നെ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഹസൻ ജിഫ്രി ഖദ്ദസല്ലാഹു റൂഹുൽ അസീസ്, ഇവരെല്ലാം ബഹുമാനപ്പെട്ടവരുടെ അമ്മാവന്മാരാണ്. അപ്പൊ അമ്മാവന്മാരുടെ പാഥേയം സ്വീകരിച്ച് നമ്മുടെ മലബാറിലേക്ക് കേരളത്തിലേക്ക് ബഹുമാനപ്പെട്ട മമ്പുറത്തെ പാപ്പ യാത്ര തിരിക്കുകയാണ്. ഏകദേശം 1181 ഹിജ്റ 1181 അവിടുന്ന് ഹദർമൗത്തിൽ നിന്ന് യാത്ര തിരിച്ച് ഇവിടെ എത്തിച്ചേരുന്നത്. ഒരു റമദാൻ 19 അന്ന് ബഹുമാനപ്പെട്ടവരുടെ വയസ്സ് 17 ആയിരുന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. ബഹുമാനപ്പെട്ട മമ്പുറത്തെ പാപ്പ ആദ്യം എത്തിച്ചേരുന്നത് തന്റെ അമ്മാവനായ ഷെയ്ഖ് ജിഫ്രി തങ്ങളുടെ അരികിലാണ്, കോഴിക്കോട്. ഷെയ്ഖ് ജിഫ്രി തങ്ങൾ അന്ന് കോഴിക്കോട് വളരെ പുകൽപ്പറ്റ വ്യക്തിത്വമായി നിലകൊള്ളുകയാണ്. മഹാനായ ടിപ്പു സുൽത്താനൊക്കെ ബഹുമാനപ്പെട്ടവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്ത ചരിത്രം നമുക്ക് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. ഞാനത് വിശദീകരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജിഫ്രിയുടെ അരികിലാണ് ആദ്യം എത്തിച്ചേരുന്നത്. ഷെയ്ഖ് ജിഫ്രിയുടെ അരികിൽ നിന്നാണ് പിന്നീട് മറ്റൊരമ്മാവനാകുന്ന മമ്പുറത്തന്റെ വിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് ഹസൻ ജിഫ്രി ഖദ്ദസല്ലാഹു റൂഹുൽ അസീസ് തങ്ങളെ സന്ദർശിക്കാൻ വേണ്ടി വരുന്നത്. പക്ഷേ ഷെയ്ഖ് ഹസൻ ജിഫ്രി തങ്ങൾ അതിനു മുമ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു എന്നാണ് ചരിത്രം പരതുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷെയ്ഖ് ഹസൻ ജിഫ്രി തങ്ങൾ നേരത്തെ തന്നെ നമ്മുടെ കേരളത്തിൽ എത്തിച്ചേർന്നിരുന്നു. ഏറ്റവും ആദ്യമായി പൊന്നാണിയിലാണ് അവിടെ വന്നു ചേർന്നത് എന്നും പിന്നീട് തിരുരങ്ങാടിയുള്ള ഖാദിയും സംഘവും പൊന്നാണിയിൽ ചെന്നുകൊണ്ട് അവിടത്തെ സ്വീകരിച്ച് മമ്പുറത്തേക്ക് ആത്മീയ നേതാവായി കൊണ്ടുവരികയായിരുന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാം. ഏതാവട്ടെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഹസൻ ജിഫ്രി തങ്ങളെ സിയാറത്ത് ചെയ്യുവാൻ വേണ്ടി ഷെയ്ഖ് ജിഫ്രിയുടെ കൂടെ
പ്രിയപ്പെട്ട മമ്പുറത്തപ്പാപ്പ എത്തിച്ചേരുന്നു. അങ്ങനെ മമ്പുറത്ത് അവിടെ നിന്ന് താമസിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നു. ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഹസൻ ജിഫ്രി ഖദ്ദസുല്ലാഹു സിർറുൽ അസീസ് തങ്ങൾ വഫാത്താകുന്നതിന് മുമ്പ് തന്റെ പ്രിയപ്പെട്ട മകൾ സയ്യിദത്ത് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ, ഫാത്തിമ ബീവിയെ ബഹുമാനപ്പെട്ട മമ്പുറത്തപ്പാപ്പയ്ക്ക് കെട്ടിച്ചു കൊടുക്കുവാൻ വേണ്ടി ഉത്തരവാദപ്പെട്ട ആളുകളോട് നിർദ്ദേശിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ കണ്ടെത്താൻ സാധിക്കും. അഥവാ എന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമയ്ക്ക് നിങ്ങളാരും ഇവിടുന്ന് പുതുമണവാളിനെ കണ്ടെത്തേണ്ടതില്ല, അത് ഹദറമൗത്തിൽ നിന്ന് ദരീമിൽ നിന്ന് വരും. എന്റെ സഹോദരിയുടെ പുത്രൻ, അദ്ദേഹത്തിനാണ് നിങ്ങൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കേണ്ടത് എന്ന് നിർദ്ദേശിച്ചിരുന്നു എന്നാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഹസൻ ജിഫ്രി റളിയല്ലാഹു തആല വിവാഹം കഴിച്ചിട്ടുള്ളത് മമ്പുറത്ത് തന്നെ താമസിച്ചിരുന്ന ബുഖാരി കുടുംബത്തിലെ പ്രമുഖ പണ്ഡിതനും സൂഫിവര്യനുമെല്ലാമായിരുന്ന സയ്യിദ് മുസ്തഫ ഹബീബ് അൽ ബുഖാരി തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ സയ്യിദത്ത് ഫാത്തിമയാണ്. അഥവാ ഉമ്മയുടെ പേരും ഫാത്തിമ എന്നായിരുന്നു. ഈ വിഷയം ബഹുമാനപ്പെട്ട മമ്പുറത്ത് തങ്ങളുടെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള എല്ലാ മൗലിദുകളിലും വളരെ കൃത്യമായി നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഇവിടെ കൂട്ടത്തിലൊരു കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് എന്റെ കൈവശം എത്തിച്ചേർന്ന മമ്പുറത്തെ മൗലിദിലെ ഒരു മൗലിദ് പതിപ്പിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഹസൻ ജിഫ്രി തങ്ങൾ വിവാഹം കഴിച്ചത് മമ്പുറത്തുനിന്നാണെന്ന് പരാമർശിക്കുന്നിടത്ത് സയ്യിദ് മുസ്തഫ ഹബീബ് അൽ ബുഖാരി തങ്ങളുടെ മകളെയാണ് എന്നുള്ള പരാമർശം കാണുന്നില്ല. അതിന് പകരം മറ്റൊരു വ്യക്തിയുടെ പേരാണ് കാണുന്നത്. അദ്ദേഹം സയ്യിദാണോ അല്ലേ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിലുള്ള നാമത്തിലുള്ള ഒരാളാണ്. പല ചരിത്രകാരന്മാരും അത് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയതായി കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ, ചരിത്രം പരതുകയാണെങ്കിൽ കൃത്യമായി ബോധ്യപ്പെടുന്ന വിഷയമാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ഹസൻ ജിഫ്രി തങ്ങൾ വിവാഹം കഴിച്ചിട്ടുള്ളത് മുസ്തഫ ഹബീബ് അൽ ബുഖാരിയുടെ പ്രിയപ്പെട്ട മകൾ സയ്യിദത്ത് ഫാത്തിമ ബീവിയെയാണ് എന്നുള്ളത് കണ്ടെത്താൻ സാധിക്കും. ഈ വിഷയം വിനീത ഞാൻ തന്നെ എന്റെ പല പുസ്തകങ്ങളിലും വളരെ വിശദമായി വിശദീകരിച്ചിട്ടുണ്ട്. പല ഗ്രന്ഥങ്ങളിലും ഇത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ബഹുമാനപ്പെട്ട അല്ലാമ സയ്യിദ് ഹാമിദുൽ ബുഖാരി തങ്ങളുടെ മത്താലുൽ ഹുദ പരിശോധിച്ചാൽ കാണാം. അതുപോലെ തന്നെ ഹിജ്റ 1293 തിരൂരങ്ങാടിയിൽ നിന്ന് അടിച്ചു പുറത്തിറക്കിയിട്ടുള്ള മനാഖിബു സയ്യിദ് അലവി എന്ന് പറയുന്ന കിതാബിലും വളരെ വ്യക്തമായി ഇത് തന്നെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഹിജ്റ 1310 പൊന്നാണിയിൽ നിന്ന് അടിച്ച് പ്രസിദ്ധം ചെയ്ത മനാഖിബു സയ്യിദ് അലവി എന്ന് പറയുന്ന കിതാബ് ബഹുമാനപ്പെട്ട പണ്ഡിതനായ മൗലവി കുഞ്ഞിപ്പരി എന്നുള്ളവരാണ് അത് രചിച്ചിട്ടുള്ളത്. അവിടുത്തെ രചനയിലും ഇങ്ങനെ ധാരാളം കൃതികളിൽ ഇത് ഹസൻ ജിഫ്രി തങ്ങൾ വിവാഹം കഴിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട മുസ്തഫ ഹബീബ് അൽ ബുഖാരി തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ സയ്യിദത്ത് ഫാത്തിമ ബീവിയാണെന്ന് കാണാൻ സാധിക്കും. എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മലപ്പുറം ജില്ലയിലെ ഒരു പ്രമുഖ പണ്ഡിതൻ രചിച്ചിട്ടുള്ള ഒരു മൗലിദിൽ മാത്രമാണ് ഈ ഒരു പരാമർശം ഇതിന് വിരുദ്ധമായി കാണുന്നത്. ഒരുപക്ഷെ അദ്ദേഹം അന്വേഷിച്ച കേന്ദ്രങ്ങളിൽ നിന്ന് തെറ്റായ വിവരം ലഭിച്ചതോ അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാലശേഷം മറ്റാരെങ്കിലും തെറ്റായി എഴുതി ചേർത്തതോ ആകാൻ സാധ്യതയുണ്ട്. ഏതായിരുന്നാലും അദ്ദേഹത്തിന്റെ ജനനവും മരണകാലമൊക്കെ നമ്മൾ പരിശോധിച്ചാൽ അദ്ദേഹം ജനിക്കുന്നതിന് 12 വർഷങ്ങൾക്ക് മുമ്പും അദ്ദേഹം ജനിച്ച് ഒരു 5 വർഷം പിന്നിട്ടുമൊക്കെ നമ്മുടെ കേരളത്തിൽ വിരചിതമായ മമ്പുറത്ത് തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കൃതികളിലും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ ആദ്യം പറഞ്ഞ രൂപത്തിൽ തന്നെയാണ്. അതിന് വിശദമായി പറയാൻ കാരണം ഈ വിഷയ സംബന്ധമായിട്ട് പല ആളുകളും ഇപ്പോഴും തെറ്റായ വിവരങ്ങൾ കൈമാറുന്ന അതല്ലെങ്കിൽ പ്രഭാഷണങ്ങളിൽ പരാമർശിക്കുന്ന ബഹുമാനപ്പെട്ട മമ്പുറത്തങ്ങളെ കുറിച്ചുള്ള ചില രചനകളിൽ ആ പരാമർശം ഇങ്ങനെ തുടർന്നു പോകുന്നൊരു സാഹചര്യമുണ്ട്. സൂക്ഷ്മതയുള്ള ആളുകൾ ആ വിഷയ സംബന്ധമായി കൃത്യമായി ശ്രദ്ധിക്കണം എന്നുള്ളത് ഓർമ്മപ്പെടുത്താൻ വേണ്ടി കൂടിയാണ്. ഏതാവട്ടെ ബഹുമാനപ്പെട്ട മമ്പുറത്തപ്പാപ്പ മമ്പുറത്ത് എത്തിച്ചേർന്നതിന് ശേഷം അവിടെ നിന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ടുള്ള ജീവിതം തന്നെയാണ് നയിച്ചിരുന്നതെന്ന് ചരിത്രം പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. അവിടത്തെ കുറിച്ച് പരാമർശിച്ച പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തുന്ന ഖായിമൽ ലൈലി, രാത്രി മുഴുവനും നിസ്കരിക്കുന്ന സ്വഭാവം, അല്ലെ രാത്രിയുടെ മിക്കവാറും സമയം നിസ്കരിക്കുന്ന സ്വഭാവം ബഹുമാനപ്പെട്ടിട്ടുണ്ടായിരുന്നു. സ്വായിമൻ നഹാരി, അതുപോലെ തന്നെ പകൽ സമയങ്ങളിൽ മിക്കവാറും ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കും. സഹാദൽ ലിദ്ദുന്യ, ഈ ഭൗതികമായ ജീവിതത്തിനോടുള്ള ഒരു വിരക്തി അവിടത്തെ ജീവിതത്തിൽ അവിടെ നിന്ന് വെച്ചു പുലർത്തിയിരുന്നു എന്നൊക്കെ ചരിത്രം പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. അഥവാ മമ്പുറത്തപ്പാപ്പ ഇന്നും സ്മരിക്കപ്പെടുന്ന, ആയിരങ്ങൾ അനുദിനം സന്ദർശിക്കുന്ന ഒരു ആശാകേന്ദ്രമായി, അതല്ലെങ്കിൽ കുത്തുബുസ്സമാനായി, ഔലിയാക്കളുടെ നേതാവായി
എല്ലാവരും അവലംബിക്കുന്ന ഒരു കേന്ദ്രമായി മാറിയതിന് പിന്നിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പ്രീതി കാക്ഷിച്ചുകൊണ്ടുള്ള മുന്നേറ്റവും അതുപോലെ തന്നെ ജീവിതവും പങ്കുവഹിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അഥവാ വിലായത്തിന്റെ മർത്തബയിലേക്ക് ഒരു മനുഷ്യൻ എത്തിച്ചേരുന്നത് ആരെങ്കിലും പ്രചണ്ഡമായ പ്രചാരണം കൊടുത്തുകൊണ്ടല്ല, മറിച്ച് അവരുടെ ജീവിതം അള്ളാഹിന്റെ പൊരുത്തത്തിനു വേണ്ടി ആക്കി തീർക്കുമ്പോഴാണ്. വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും പെരുമാറ്റത്തിലുമൊക്കെ അള്ളാഹ് എന്നുള്ള ഒരൊറ്റ വിചാരത്തിൽ ആരെയും ഭയപ്പെടാതെ മുന്നോട്ടു പോകുവാൻ അവിടുന്ന് സന്നദ്ധമായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ മദദ്, വലിയ നദുർ ബഹുമാനപ്പെട്ടവർക്ക് ലഭിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് ലോക പ്രശസ്തനായി തീരുകയുമാണ്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാനെ മാറ്റി നിർത്തിക്കൊണ്ടൊരു ചരിത്രം ഒരിക്കലും വിരചിക്കുക സാധ്യമല്ല. കാരണം സാമ്രാജ്യത്വ ശക്തികളോട് അതിശക്തമായ നിലപാട് സ്വീകരിച്ച ഒരു പാരമ്പര്യമാണ് ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ മമ്പുറം തമ്പാപ്പയ്ക്കുള്ളത്. അവിടുന്ന് വഫാത്തിന്റെ ഒരു നിമിത്തമായി തന്നെ പറയപ്പെടുന്ന ചേറൂർ പറയിൽ പങ്കെടുത്ത് കാലിന് ചെറിയ മുറിവ് പറ്റി അതിനെ തുറന്നുകൊണ്ട് ഒരു രക്തസാക്ഷിയുടെ സ്വഭാവത്തിലാണ് ഈ ലോകത്തോട് വിട പറയുന്നത് എന്നാണ്. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വളരെ വ്യക്തമായി തന്നെ നിലകൊള്ളുകയും അതിനുവേണ്ടി ശബ്ദിക്കുകയും അത് പുലർന്നു കാണണമെന്ന് അഭിലഷിക്കുകയും അതിനുവേണ്ടി ജാതിമത ഭേദമന്യേ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒന്നിപ്പിച്ചു നിർത്തുകയും ചെയ്യാൻ ബഹുമാനപ്പെട്ട മമ്പുറത്ത് പാപ്പയ്ക്ക് സാധിച്ചു. അതിന്റെയൊക്കെ പുറമെ അവിടുത്തെ ആ സന്നിധി എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ എല്ലാമായിരുന്നു. അഥവാ കേവലം ആത്മീയമായ വിഷയങ്ങൾക്ക് വേണ്ടി മാത്രം ജനങ്ങൾ സമീപിക്കുന്ന ഒരു കേന്ദ്രമല്ല, അതല്ലെങ്കിൽ കേവലം മുസ്ലിങ്ങൾ മാത്രം സമീപിക്കുന്ന ഒരു കേന്ദ്രവുമല്ല. ഇന്നും നമുക്ക് മമ്പുറത്ത് ചെന്ന് നോക്കിയാൽ മമ്പുറത്ത് സന്ദർശിക്കുന്ന ആളുകളിൽ അമുസ്ലിം സഹോദരങ്ങളെയും സഹോദരിമാരെയും കണ്ടെത്താൻ സാധിക്കും. അതെന്തുകൊണ്ടാണ്? അവിടെ നിന്ന് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഒരു ആശാകേന്ദ്രമായി നിലകൊണ്ടു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും അന്നത്തൊക്കെ പാശ്ചാത്തലത്തിൽ നമ്മുടെ മലബാറിന്റെ മേഖലകളിലൊക്കെ ജാതീയതയും മറ്റും നിറഞ്ഞു നിന്നൊരു കാലഘട്ടമായിരുന്നു. അഥവാ മനുഷ്യനെ മനുഷ്യനായി ഗണിക്കുക പോലും ചെയ്യാത്ത വരേണ്യവർഗങ്ങളും മറ്റും നിലകൊണ്ടിരുന്നു. അത്തരം ആളുകളുടെ താടനങ്ങൾക്കും പീഡനങ്ങൾക്കുമൊക്കെ വിധേയമാകുന്ന താഴെ തട്ടിലുള്ള അധസ്ഥിതരായ ആളുകൾ അവരാശാകേന്ദ്രമായി കണ്ടിരുന്നത് പലപ്പോഴും ബഹുമാനപ്പെട്ട മമ്പുറത്ത് പാപ്പയായിരുന്നു. മമ്പുറത്ത് പാപ്പയുടെ അരികിൽ ചെന്നുകൊണ്ട് പരാതികൾ പറഞ്ഞാൽ, സങ്കടങ്ങൾ പറഞ്ഞാൽ അത് പരിഹരിക്കുവാൻ ആത്മീയവും ഭൗതികവുമായ മാർഗത്തിലൂടെ അവിടത്തേക്ക് സാധിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ ഇങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഇഷ്ടപാത്രമായി അവിടുന്ന് മമ്പുറത്ത് ദീർഘകാലം ജീവിതം നയിക്കുകയാണ്. ആ കാലഘട്ടത്തിനിടയിലൊക്കെ അവിടുത്തെ ജീവിതത്തിൽ ധാരാളം കറാമത്തുകൾ പ്രകടമായിട്ടുണ്ട്. കറാമത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇഷ്ടപ്പെട്ട ദാസന്മാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന അനിതര സാധാരണമായിട്ടുള്ള സിദ്ധിയാണ്, അവന്റെ ഒരു അനുഗ്രഹമാണ്. ആ കറാമത്ത് അവർ പ്രകടിപ്പിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ്, ജനങ്ങളുടെ ക്ഷേമത്തിനും ജനങ്ങളുടെ ഐശ്വര്യത്തിനും വേണ്ടി. അതല്ലെങ്കിൽ ജനങ്ങൾക്ക് ആത്മീയമായ ദിശാബോധം നൽകാൻ വേണ്ടി. നൂറുകണക്കിന് കറാമത്തുകൾ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. അവിടുത്തെ മൗലിദ് പരിശോധിച്ചാൽ തന്നെ പ്രമുഖമായ പല കറാമത്തുകളും കാണാൻ സാധിക്കും. ഞാനതൊന്നും വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ബഹുമാനപ്പെട്ട മമ്പുറത്തെ പാപ്പ മമ്പുറത്ത് എത്തിച്ചേർന്ന ഉടനെ തന്നെ ഉണ്ടായൊരു സംഭവം പരക്കെ പ്രസിദ്ധമായിട്ടുള്ള കാര്യമാണ്. ജുമാ നിസ്കാരത്തിന് വേണ്ടി അന്നത്തെ പ്രസിദ്ധ ഖാദിയുടെ പിറകിൽ ബഹുമാനപ്പെട്ടവർ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ജുമഅക്ക് നിൽക്കാതെ ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നിസ്കാരം പൂർത്തീകരിക്കാതെ പാതി വഴിയിൽ വെച്ച് ഇറങ്ങിപ്പോവുകയാണ്. അത് മമ്പുറത്തുള്ള മുസ്ലിം സഹോദരങ്ങൾക്കിടയിൽ വലിയ പ്രശ്നമായി. കാരണവന്മാരും മറ്റുമൊക്കെ ചേർന്നുകൊണ്ട് മമ്പുറത്തെ പാപ്പയെ സമീപിച്ചു. വളരെ ചെറുപ്പക്കാരനാണ് അദ്ദേഹം. അന്ന് അവിടത്തെ സമീപിച്ചുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ നിസ്കാരത്തിനിടയിൽ ഇറങ്ങിപ്പോരാൻ കാരണം എന്താണ്? ആ സമയത്ത് അവിടെ നിന്ന് അതിന് കൊടുത്ത മറുപടി ഒരൊറ്റ മറുപടിയാണ്, മാലന അൻ നുസല്ലിയ ഖൽഫ മൻ യത്ബഉ ഫീ സ്വലാത്തിഹി അൽ ബഖറത്തുൽ ഹലൂബ്. നല്ല കറവ പശുവിന്റെ പിന്നാലെ പോകുന്ന ഒരു മനുഷ്യന്റെ പിന്നിൽ നിന്ന് ഞാൻ എങ്ങനെ നിസ്കരിക്കാനാണ്? ആളുകൾക്കൊന്നും മനസ്സിലായില്ല. കറവ പശുവിന്റെ പിന്നാലെ പോകുന്ന ഒരു വേലിയരുടെ പിന്നിൽ നിന്ന് ഞാൻ എങ്ങനെ നിസ്കരിക്കാനാണ്? എനിക്ക് നിസ്കരിക്കാൻ കഴിയും. ആ നിസ്കാരത്തിന് എന്താണ് അർത്ഥം? എനിക്കത് പറ്റുമോ എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോ ആളുകൾക്കൊന്നും തിരിഞ്ഞില്ല. പക്ഷെ അന്ന് ഇമാമിൽ നിന്നിരുന്ന ഖത്തീബിന് അല്ലെ ഇമാമിന് അന്നത്തെ ഖാദിക്ക് കാര്യം ബോധ്യപ്പെട്ടു. ആ ഖാദി പറഞ്ഞു, ഇനി മറ്റൊന്നും ചോദിക്കേണ്ടതില്ല. ഇദ്ദേഹം ചെറുപ്പക്കാരനാണെങ്കിലും നമ്മൾ കരുതിയതുപോലെയുള്ളൊരു വ്യക്തിത്വം അല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പ്രത്യേകമായ അനുഗ്രഹം ലഭിച്ചിട്ടുള്ള ഒരു സയ്യിദാണ്. ഇദ്ദേഹത്തെ നമ്മൾ ആദരിക്കുക,
ബഹുമാനിക്കുക, അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കുക. സംഭവം ഞാൻ വിശദീകരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ ഖാദി പറയുകയുണ്ടായി, എന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് കലശലായ ഒരു അസുഖം പിടിപെട്ടു. അതിന് ഒരു മരുന്ന് കൊടുക്കേണ്ടതുണ്ട്. പക്ഷെ ആ മരുന്ന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല ശുദ്ധമായ പശുവിന്റെ പാല് ലഭിക്കണം. ശുദ്ധമായ പശുവിന്റെ പാല് എവിടെ നിന്ന് ലഭിക്കും എന്നുള്ളൊരു ചിന്തയുമായിട്ടാണ് ഞാൻ സത്യത്തിൽ ഇന്ന് ജുമുഅ നിസ്കാരത്തിന് വേണ്ടി കടന്നു വന്നത്. ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു പശുക്കച്ചവടക്കാരൻ കടന്നു വരുന്നത്, എനിക്ക് പരിചയമുള്ള പശുക്കച്ചവടക്കാരൻ കടന്നു വരുന്നത് എന്റെ ദൃഷ്ടിയിൽപ്പെട്ടു. ഉടനെ തന്നെ എന്റെ ചിന്ത അങ്ങോട്ട് പോയി. നിസ്കാരത്തിൽ പ്രവേശിച്ചപ്പോൾ നമുക്കൊക്കെ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള ചിന്തകൾ തന്നെ, നിസ്കാരത്തിൽ പ്രവേശിച്ച സമയത്ത് ഈ ചിന്ത എന്റെ മനസ്സിലൂടെ കടന്നുപോയി. ബഹുമാനപ്പെട്ട സയ്യിദ് അവർ അത് വായിച്ചെടുത്തു. കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കണ്ട് പറഞ്ഞോവർ. ഇത് മഹാന്മാരുടെ സിദ്ധിയാണ്. അള്ളാഹു അവർക്ക് അതിനുള്ള കഴിവ് കൊടുക്കും. ആലിമുൽ ഗൈബി വശഹാദ ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദ ഇല്ലാ മൻ ഇർതദാ മിൻ റസൂൽ. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും അറിയുന്നവൻ, പ്രത്യക്ഷമായതും പരോക്ഷമായതും അറിയുന്നവൻ അള്ളാഹുവാണ്. ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദ. അവന്റെ അദൃശ്യങ്ങളുടെ മേൽ ഒരാളെയും അവൻ വെളിപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് ചില ആളുകളെ മാറ്റി നിർത്തുന്നുണ്ട്. അതാരാണ്? ഇല്ലാ മൻ ഇർതദാ മിൻ റസൂൽ. റസൂലിനെ പോലെ അള്ളാഹു തൃപ്തിപ്പെട്ട ആളുകൾ, അള്ളാഹുവിന്റെ പ്രീതി സമ്പാദിച്ച ആളുകൾ. അപ്പൊ അള്ളാഹുവിന്റെ പ്രീതി കിട്ടിയ ആളുകൾക്ക് ചില ഘട്ടങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അദൃശ്യ ജ്ഞാനങ്ങൾ നൽകും. വിശുദ്ധ പ്രവാചകന്റെ ജീവിതം അതിന് തെളിവാണ്. സ്വഹാബത്തിന്റെ ജീവിതം തെളിവാണ്. ഔലിയാന്റെ ജീവിതം തെളിവാണ്. പരിശുദ്ധമായ ഖുർആൻ തെളിവാണ്. അതൊന്നും നിഷേധിക്കാൻ ആർക്കും സാധ്യമല്ല. നിഷേധിക്കുന്ന ആളുകൾ പ്രമാണങ്ങളെ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ്. അതല്ലെങ്കിൽ അവരെ പ്രമാണങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി ശ്രമിക്കുകയാണെന്ന് മാത്രമേ പറയേണ്ടതുള്ളൂ. ബഹുമാനപ്പെട്ട മമ്പറത്തെ പാപ്പ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പ്രീതി കാംക്ഷിച്ച് മുന്നോട്ട് പോയപ്പോൾ അത്തരത്തിലുള്ള ഒരു തലത്തിലേക്ക് ഉയർന്നിട്ടുണ്ടാകും. അതാണ് ഇങ്ങനെ കണ്ടെത്താൻ സാധിച്ചത്. ഒരൊറ്റ കറാമത്ത് കൂടി വറക്കത്തിന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹാജി മുഹമ്മദ് എന്ന് പറയുന്ന ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ബഹുമാനപ്പെട്ട മമ്പറത്തെ പാപ്പയുടെ അരികിൽ വന്നുകൊണ്ട് ഒരിക്കൽ തന്റെ പ്രയാസവും ബുദ്ധിമുട്ടും അവതരിപ്പിക്കുകയാണ്. 4 പെൺമക്കളാണ്. ആ പെൺമക്കളെ കെട്ടിച്ചയക്കണമെന്നുണ്ടെങ്കിൽ വളരെയധികം പ്രയാസം അനുഭവിക്കേണ്ടതുണ്ട്. യാതൊരുവിധ മാർഗവുമില്ല. എന്തെങ്കിലും ഒരു വഴി തെളിയിച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാന്റെ മുമ്പിലേക്ക് വരുന്നത്. പാവപ്പെട്ട ഏത് മനുഷ്യൻ വന്നാലും അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണല്ലോ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഇഷ്ടദാസന്മാരുടെ ജീവിത ദൗത്യം തന്നെ. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ അത് ഏറ്റെടുക്കുന്നു. ഈ പറയപ്പെട്ട ഹാജി മുഹമ്മദ്, പിൽക്കാലത്താണ് അദ്ദേഹം ഹാജിയായി മാറിയത്, ആ ഹാജി മുഹമ്മദിനോട് പറയുന്നു, താങ്കൾ ഉടനെ തന്നെ കൽക്കത്തയിലേക്ക് പുറപ്പെടുക എന്ന് പറയുക. അപ്പൊ കൽക്കത്തയിലേക്ക് പുറപ്പെടാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് വല്ലാത്ത കൗതുകമായി. മമ്പുറത്ത് തന്നെ നടക്കാൻ കാശില്ലാത്ത ഞാനെങ്ങനെ കൽക്കത്തയിലേക്ക് പോകും? എന്റെ കൈവശം ഒരു പൈസയുമില്ലല്ലോ. അപ്പൊ എന്താണ് പാപ്പ പറഞ്ഞതിന് ഉദ്ദേശം എനിക്ക് മനസ്സിലാകുന്നില്ല. ആ സമയത്ത് പറഞ്ഞു, താങ്കൾ കൽക്കത്തയിലേക്ക് പുറപ്പെടുക. അവിടെ ചെന്നുകൊണ്ട് ഖാൻ മുഹമ്മദ് എന്ന് പറയുന്ന ഒരാൾ അന്വേഷിക്കണം. കൽക്കത്തയിലേക്ക് ഇവിടെ നിന്ന് പുറപ്പെടാനുള്ള പൈസ തൽക്കാലം ഞാൻ സംഘടിപ്പിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട മമ്പറത്ത് പാപ്പ തന്നെ അത് സംഘടിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അദ്ദേഹം സന്തോഷത്തോടുകൂടി യാത്ര തിരിക്കുന്നു. കപ്പലിലാണ് യാത്ര തിരിക്കുന്നത്. അദ്ദേഹം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്റെ കൂടെ മദ്യപാനികളായ കുറെ ആളുകളാണ് സഹ യാത്രികരായിട്ടുള്ളത്. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവർ മദ്യം മോന്തി മതോന്മത്തരായി ഈ പറയപ്പെട്ട ഹാജി മുഹമ്മദിനെതിരെ അതിക്രമങ്ങളുമായി കടന്നു വന്നു. അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പട്ടിയെ വിട്ടുകൊണ്ട് അദ്ദേഹത്തെ കടിപ്പിച്ച് രസിക്കാനൊക്കെ ശ്രമിക്കുകയാണ്. അദ്ദേഹം വല്ലാതെ ബേജാറായിപ്പോയി. അതിനിടയിൽ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാൾക്ക് കലശനായ വയറുവേദന പിടിപെടുകയാണ്. ഈ വയറുവേദന പിടിപെട്ട സമയത്ത് നേരത്തെ ഇദ്ദേഹത്തിനെതിരെ തിരിഞ്ഞിരുന്ന ആ സംഘം അവർക്ക് മാനസാന്തരം വരികയും അവരെല്ലാവരും ഇദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരു പരാതിയുടെ ഭാവത്തിൽ വന്നു നിൽക്കുകയുമാണ്. ആ സമയത്താണ് ഹാജി മുഹമ്മദിന് ഓർമ്മ വന്നത്, ബഹുമാനപ്പെട്ട മമ്പറത്തെ പാപ്പ മമ്പറത്ത് ഞാൻ പോരുന്ന സമയത്ത് ഒരു പൊതിയിൽ കുറച്ച് പഞ്ചസാര തന്നിരുന്നു. ഈ പഞ്ചസാര താങ്കൾ കൊണ്ടുപോയി ഖാൻ മുഹമ്മദ് എന്ന് പറയുന്ന ആൾക്ക് സമ്മാനിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ പഞ്ചസാരയിൽ നിന്ന് സ്വല്പം എടുത്ത് കലശലായ വയറുവേദനയുള്ള ഈ രോഗി കൊടുത്താൽ ഒരുപക്ഷെ ശമനമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി
അദ്ദേഹം കുറച്ച് ആ രോഗി കൊടുത്തു, ശമനമുണ്ടായി. അത്ഭുതകരമായ രൂപത്തിൽ ശമനമുണ്ടായപ്പോൾ ആ കൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്കൊക്കെ ഹാജി മുഹമ്മദിനോട് വല്ലാത്ത ആദരവും ബഹുമാനവുമായി അദ്ദേഹത്തിന് പിന്നെ ഖിദ്മ ചെയ്യാനും മറ്റൊക്കെ തുടങ്ങി. ഏതോ ആവട്ടെ കൽക്കത്തയിൽ ഇദ്ദേഹം ചെന്ന് കപ്പൽ ഇറങ്ങുകയും അങ്ങനെ അവിടെ അന്വേഷണങ്ങളും മറ്റുമൊക്കെ നടത്തുകയും ചെയ്തു. ഖാൻ മുഹമ്മദിനെ പറ്റി അന്വേഷണം നടത്തി. പക്ഷെ അന്വേഷണം നടത്തിയപ്പോൾ പല ആളുകളും പറഞ്ഞു, എന്തിനാണ് നിങ്ങൾക്ക് ഖാൻ മുഹമ്മദിന്? ഖാൻ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും നല്ലൊരു സമ്പന്നനും അതുപോലെ തന്നെ ഒരു കച്ചവടക്കാരനും എല്ലാമായിരുന്നു. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന് സമ്പത്തും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് മുഴുഭ്രാന്താണ്. പല ചികിത്സകളും ചെയ്തു, ഒരു മാറ്റവുമില്ല. അദ്ദേഹത്തെ ഒരാളും അന്വേഷിക്കാറില്ല. പിന്നെ നിങ്ങളായിട്ട് എന്തിനാണ് അന്വേഷിച്ച് ഇത്രയും ദൂരം താണ്ടി വന്നത് എന്ന് പറഞ്ഞപ്പോൾ എനിക്കെന്തായിരുന്നാലും അദ്ദേഹത്തെ കാണേണ്ടതുണ്ട്, അത്യാവശ്യമുണ്ട് എന്നൊക്കെ ഇദ്ദേഹം പറയുകയും അവസാനം ഖാൻ മുഹമ്മദിനെ കണ്ടുമുട്ടുകയുമാണ്. ഖാൻ മുഹമ്മദിനെ കണ്ടുമുട്ടിയ പാടെ ബഹുമാനപ്പെട്ട മമ്പുറത്തപ്പാപ്പ ഖാൻ മുഹമ്മദിനെ കൊടുക്കുവാൻ അല്ലെങ്കിൽ കണ്ടുമുട്ടിയാൽ നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ കൈവെള്ളയിൽ വെച്ച് തന്ന ആ പഞ്ചസാര കൊടുക്കുകയും അത് ഖാൻ മുഹമ്മദ് കഴിക്കുകയും ഖാൻ മുഹമ്മദിന്റെ അസുഖം പെട്ടെന്ന് ശിഫപ്പെടുകയുമാണ്. ഒരുപാട് ചികിത്സകൾ ചെയ്തിട്ട് മാറാത്ത അസുഖം ഈ ഒരു പഞ്ചസാര കഴിച്ചതോടുകൂടി ചികിത്സ മാറിയപ്പോൾ ഹാജി മുഹമ്മദ് എന്ന് പറയുന്ന ഈ സഹോദരനെ വല്ലാത്ത അംഗീകാരം ഈ ഖാൻ മുഹമ്മദിന്റെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും അരികൾ ലഭിക്കുകയും അളവറ്റ സമ്പാദ്യം ലഭിക്കുകയും ഈ ഹാജി മുഹമ്മദിന്റെ ജീവിതം പിൽക്കാലത്ത് പുഷ്കലമാകുവാൻ അത് കാരണമാവുകയും ചെയ്തു. അപ്പൊ ഇത്തരത്തിലുള്ള ധാരാളം കറാമത്തുകൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഏതാവട്ടെ ഇങ്ങനെ വളരെ സമ്പുഷ്ടമായ സമ്പന്നമായ ഒരാത്മീയ ജീവിതം നയിച്ച് മുന്നോട്ടു പോയ മഹാവ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട മമ്പുറത്തപ്പാപ്പ. ഒരുപക്ഷെ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പള്ളികൾ നിർമ്മിക്കുവാൻ വേണ്ടി അഹോരാത്രം സഞ്ചരിച്ചത് ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാനായിരുന്നു. മഞ്ചലിൽ അവിടുന്ന് സഞ്ചരിച്ച് ഓരോ പ്രദേശത്തെത്തുമ്പോഴും ഇത് മമ്പുറത്തപ്പാപ്പ ഉണ്ടാക്കിയ പള്ളിയാണ് നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ ആ പള്ളികളൊക്കെ ബഹുമാനപ്പെട്ടവർ പ്രത്യേക നിർദ്ദേശം കൊടുത്തുകൊണ്ട് സ്ഥാപിച്ചതാണ്. അതുപോലെ തന്നെ പല മഹല്ലുകളിലേക്കും ഖാദിമാരായിട്ട് പല സയ്യിദന്മാരെയും പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഹസൻ ജിഫ്രി റളിയല്ലാഹു തആല അൻഹുവിന്റെ കുടുംബത്തിൽപ്പെട്ട പല സയ്യിദന്മാരെയും ഒക്കെ പല ഭാഗങ്ങളിലേക്കും ഖാദിയായി ഒക്കെ നിശ്ചയിക്കുകയുണ്ടായി. പല മഹാന്മാർക്കും അവിടുന്ന് വെളിച്ചം പകർന്നിട്ടുണ്ട്. കിഴക്കേപ്പുറത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് സീനുദ്ദീൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു റൂഹുൽ അസീസ് ബഹുമാനപ്പെട്ട മമ്പുറത്തപ്പാപ്പയുടെ സതീർത്ഥനായിരുന്നു. ആത്മീയമായ രംഗത്തിൽ അവരോടൊപ്പം തന്നെ കഴിഞ്ഞ വ്യക്തിത്വമായിരുന്നു. അവിടുത്തെ കിഴക്കേപ്പുറത്തേക്ക് പറഞ്ഞയച്ചത് ബഹുമാനപ്പെട്ട മമ്പുറത്തപ്പാപ്പയാണ്. അവിടുന്ന് മലമുകളിൽ ആത്മീയ ധാന്യവുമായി ആരാധനയുമായി കഴിഞ്ഞുകൂടുമ്പോൾ ഇനി ഇതെല്ലാം നിർത്തിയിട്ട് കുടുംബജീവിതത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക. വിശുദ്ധ പ്രവാചകൻ അങ്ങനെയും ഒരു പാരമ്പര്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കാനാഞ്ചേരി പള്ളിയുടെ കിഴക്ക് ഭാഗത്ത് പോയി താമസിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് കിഴക്കേപ്പുറത്തേക്ക് പറഞ്ഞയക്കുന്നത്. കിഴക്കേപ്പുറമെന്ന് പേര് വരാൻ അതാണ് കാരണം. അവയെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചെടുക്കുവാൻ വേണ്ടി നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട മമ്പുറത്തപ്പാപ്പ ഹിജ്റ 1260 ഒരു മുഹറം മാസം 7 ഈ ലോകത്തോട് ഇവിടെ പറയുന്നത്. 93 അതല്ലെങ്കിൽ 94 97 വയസ്സ് അവിടത്തേക്കുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മദദും നൗറും തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ ആഫത്തും മുസീബത്തുകളിൽ നിന്നും നമുക്ക് സലാമത്ത് വിധിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.